നിലമ്പൂരിൽ വോട്ടെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ വാശിയേറിയ പ്രചാരണത്തിലാണ്. പ്രിയങ്ക ഗാന്ധി എം പി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങും. ഇന്ന് 3 പഞ്ചായത്തുകളിലാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം. LDF സ്ഥാനാർത്ഥി M സ്വരാജ് മൂത്തേടം പഞ്ചായത്തിലും ചുങ്കത്തറ പഞ്ചായത്തിലും ഇന്നലെ പര്യടനം നടത്തി. മരുത പഞ്ചായത്തിലും ചുങ്കത്തറ പഞ്ചായത്തിലുമാണ് UDF സ്ഥാനാർത്ഥി ആര്യേടൻ ഷൌക്കത്ത് ഇന്നലെ വോട്ട് തേടിയിറങ്ങിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിലുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിധിയിലായിരുന്നു NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പര്യടനം. ഇപ്പോൾ വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്നും ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർ, തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം എത്രത്തോളമായി? മഴ പ്രചാരണത്തിന് തടസ്സമാകുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. മഴ മാത്രമാണ് അല്പം വില്ലനായിട്ട് നിൽക്കുന്നത്. 4 ജില്ലകളിൽ, മലപ്പുറം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മഴ ഈ പ്രചരണത്തിന്റെ അവസാന നാളുകൾ എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. എന്നാൽ പോലും ഈ 3 മുന്നണികളുടെയും ഒപ്പം PV അൻവറിന്റെയും പിന്തുണ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി MP യും ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്താണ് ഇവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ചെത്തുന്നുണ്ട്. PV അൻവറിന് വേണ്ടിയിട്ട് തൃണമൂലിലെ MP യൂസഫ് പട്ടാൻ MP ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 മണിക്ക് നിലമ്പൂരിൽ റോഡ് ഷോ അടക്കമുള്ളവ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 3 മുന്നണികളും PV അൻവറും കൂടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുത്ത ഈ നിലമ്പൂർ മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം. 2016 നഷ്ടമായ ആ സീറ്റ് UDF ഇക്കുറി തിരിച്ചു പിടിക്കണമെന്നുള്ള വലിയ ഒരു വിശ്വാസത്തോടുകൂടിയും പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം BJP നേടിയ വോട്ടുകൾ, NDA കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ നിർണായകമാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട PV അൻവർ 2025 ജനുവരി 13 MLA സ്ഥാനം രാജിവെച്ച് പിണറായി സത്തിനെതിരെ അദ്ദേഹം രാജിവെച്ചിറങ്ങിയ PV അൻവർ ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. PV അൻവർ നേടുന്ന വോട്ടുകളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. എന്തായാലും ഈ കവലകളുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒട്ടേറെ ആൾക്കാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ചേട്ടാ, എങ്ങനെയൊക്കെയുണ്ട്? തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമൊക്കെയാണ്. എങ്ങനെയുണ്ട്? ചായ കുടിച്ചോണ്ടിരിക്കുമല്ലേ? ഗ്രാൻഡായിട്ട് പോകുന്നുണ്ട്, നല്ല ഉഷാറായിട്ട്. അതായത് എല്ലാ മുന്നണികളും നല്ല ഉഷാറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് കടുപ്പം തന്നെയാണ്, ഈ ചായയുടെ കടുപ്പം പോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തന്ത്രങ്ങളും. അത് തന്നെയാണ് ഇവിടുത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 2-3 ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. മഴ ഒരു തടസ്സമാകുന്നുണ്ടോ ഉള്ള ഒരു ആശങ്ക മാത്രം നിലയ്ക്കുന്നുണ്ട്. സൗമ്യ.